എന്താണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഏതെങ്കിലും റീൽസോ പോസ്റ്റോ കണ്ടിട്ടായിരിക്കും അവർ നമുക്ക് ഡി എം ചെയ്യുന്നത്. ഡി എം ചെയ്തതിന് ശേഷം വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് ആ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ ഇതുവരെ ചെയ്ത കസ്റ്റമൈസേഷൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും അല്ലാണ്ട് സ്കൂപ്പ് ഓർഡർ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം അവർക്ക് കസ്റ്റമൈസേഷൻ മതിയെന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം കുറേ ഫോട്ടോസൊക്കെ അവർ അയച്ചു തന്ന് നമ്മൾ അയച്ചു കൊടുത്തതിൽ നിന്നും കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് കയ്യിലില്ലാത്ത മെറ്റീരിയൽസൊക്കെ സോഴ്സ് ചെയ്ത് മാക്സിമം നേരത്തെ തന്നെ അവർക്കത് അഫോർഡബിൾ റേറ്റിന് പെർഫെക്റ്റോടുകൂടി മാക്സിമം പെർഫെക്ഷനോടുകൂടി അത് ചെയ്ത് അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ ഫോട്ടോസ് കണ്ടിട്ട് ഓക്കെയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് വരെ പറഞ്ഞത് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലോട്ട് ചെല്ലുമ്പോൾ ഗൂഗിൾ പേ നമ്പർ ഷെയർ ചെയ്യാൻ പറയും. ഗൂഗിൾ പേ നമ്പർ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് പറയും QR കോഡോ UPI ID കൂടി ഷെയർ ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതും അയച്ചു കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻ എടുക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്കറിയില്ല. ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്നവരോടും ദയവ് ചെയ്ത് ആരും ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വേണം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ അവരെ സമീപിച്ചിട്ട് അവരുടെ ടൈമും അവരുടെ എനർജിയും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു വയസ്സുള്ള കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയും വച്ചുകൊണ്ടും അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാറ്. അപ്പം ഇതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും ഓരോരുത്തരും. അപ്പോൾ ദയവ് ചെയ്ത് ആരും ടൈം പാസിന് വേണ്ടി ആരുടെയും ടൈമും എനർജിയും വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഒരു റിക്വസ്റ്റ് പോലെ ഇത് പറയുകയാണ്. താങ്ക് യു.